ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബോട്ടിലാട്ടല്ല കേട്ടോ, നമ്മളിന്ന് ഒരു ആർട്ട് തന്നെയാണ്, വോളാട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ വേസ്റ്റുള്ള പ്രോഡക്റ്റ് വെച്ചിട്ട് തന്നെയാണ് ഇന്നത്തെ ഫുൾ വോളാട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫ്രണ്ട് പറഞ്ഞു ഒന്ന് ചെറുതായിട്ട് ബോട്ടിലാട്ട് മാറ്റി വേറെ ഒരെണ്ണം ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു കാർഡ്ബോർഡിൻ്റെ പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലത്തെ ഭാഗം നമ്മളൊന്ന് പൊളിച്ച് കളയാണ്. അതിന് പൊളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഒന്നുകിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അതുപോലെ ജസ്റ്റ് ആക്കിയിട്ട് ബ്രഷിൽ ഇതാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ പൊളിക്കുമ്പോൾ ഈ ഇങ്ങനെ ഉള്ളിലൊരു സ്ട്രിപ്പ് പോലെയുള്ള ടൈപ്പ് കാർഡ്ബോർഡ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഇത് എന്തിൻ്റെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ബെഡ്ഷീറ്റ് മേടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കിട്ടില്ലേ, അതാണ് കേട്ടോ. എല്ലാ കാർഡ്ബോർഡുകളുടെയും ഉള്ളിൽ ഇങ്ങനെ ആ ഒരു ലൈൻ പോലെ ഇല്ല, ചിലതിന് മാത്രമേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പൊളിച്ചെടുക്കാം, നനച്ച് പൊളിക്കുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ പൊളിച്ചെടുത്തു. ഈ ഒരു ലൈൻ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം ഞാനിപ്പോൾ ഒരു കളർ കൊടുക്കുകയാണ്. കുറച്ച് ബ്ലൂവും യെല്ലോവും ബ്രൗണൊക്കെ കൊടുത്ത് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് അക്രിലിക് കളേഴ്സാണ് കേട്ടോ, കുട്ടികളുടെ കളറാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് അതങ്ങ് കളർ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഇങ്ങനെ തന്നെ കളർ ചെയ്യണമെന്നൊന്നുമില്ല, ഞാനൊരു വ്യത്യസ്തമായിട്ട് വരാൻ വേണ്ടി ഒരു കളർ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചുമ്മാ സാധാരണ ഒരു കളർ മാത്രം കൊടുക്കാം, അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു വാർണിഷ് അത് മടിച്ചു കൊടുത്താലും ഈ ഒരു ബ്രൗൺ കളറിലും ഭംഗി ഉണ്ടാവും കേട്ടോ. ഇപ്പം നമ്മൾ ഒരു 2-3 കളേഴ്സൊക്കെ ഇങ്ങനെ കൊടുത്ത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ വെറുതെ വെച്ചേക്കാണ് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഉണങ്ങാൻ വെക്കാം. ഇത് ഉണങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പരിപാടിയും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പേപ്പർ എടുത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ലീഫ്ലെറ്റാണ് എടുത്ത്, നമുക്ക് ന്യൂസ് പേപ്പർ എടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ ന്യൂസ് പേപ്പർ ഇല്ല, ഇതാണ് കൂടുതലുള്ളത്, അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ അതിനെ അങ്ങ് റോൾ ചെയ്ത് ഇങ്ങനെ കുറച്ച് റോൾസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് അറിയാലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, മിക്കവർക്കും അറിയായിരിക്കും. അതായത് ഇതുപോലെ എന്തെങ്കിലും വെക്കുക, റോളിന് എത്രത്തോളം തിക്നെസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒരു സംഭവം വെച്ച് കൊടുക്കാം. എന്തെങ്കിലും ഒരു വടിക്കഷ്ണം വെച്ചാലും മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ട്രോ ആണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് കുറച്ചധികം എടുത്തിട്ട് അതിനെ ഒന്ന് ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഫുള്ള് എടുത്തിട്ടില്ല, ആവശ്യമുള്ള സൈഡിൽ മാത്രം പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിന് ബോർഡർ പോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഗ്ലൂ ആണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്, ഫെവി ബോണ്ടാണ് കേട്ടോ, പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തതാണ്. ഫെവിക്കോൾ ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫെവി ബോണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ കൈകൊണ്ട് ആക്കി കൊടുക്കണ്ട കേട്ടോ, സ്കിൻ അലർജി വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പം ഞാൻ പെട്ടെന്ന് അത് ഇത്തിരി തിക്കായി തുടങ്ങി, അതുകൊണ്ടാണ് അതങ്ങനെ കൈകൊണ്ട് ആക്കി കൊടുത്തത്. പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് മാറ്റണം കേട്ടോ. അങ്ങനെ കൈമേ ആവുകയാണെങ്കിൽ പിന്നെ നമ്മളിതിങ്ങനെ ഒന്ന് ഫ്രെയിം പോലെ ആ ഒരു ബോർഡറിൽ ബോർഡറല്ല, ആ ഒരു കാർഡ്ബോർഡ് പീസും നമ്മൾ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതിനൊന്നും അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഇതങ്ങനെ ഞാൻ ജസ്റ്റ് അതിനെ 4 ബോർഡേഴ്സിലും ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. 2 വെച്ചിട്ടാണ് വെക്കുന്നത്. അതൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്ത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടോളൂ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പിന്നെ ഇപ്പോൾ അറിയാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ചിലപ്പോൾ മനസ്സിലാവാൻ ചാൻസ് ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഇപ്പോൾ ഇങ്ങനെ ഞാൻ വോയിസ് ഇടാണ്ട് ഇങ്ങനെ മ്യൂസിക് വെച്ചിട്ടിടുന്നത് കേട്ടോ. ഈ 2 സൈഡിൽ ഞാൻ കുറച്ച് വലുത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അധികം ഗ്ലൂ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട. ഇതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് ഗ്ലൂ, ആ 2 നമ്മൾ വെച്ചില്ലേ റോൾസ് വെച്ചില്ലേ, അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് അടുത്ത 2 റോള് ചെയ്യുന്നത് കേട്ടോ. അത് കുറച്ച് ചെറുതാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ, മറ്റേൻ്റെ അത്ര നീളമില്ല, കുറച്ച് ചെറുതായിട്ടാണ് അത് വെച്ച് കൊടുക്കുന്നത്. 2 ഒട്ടിച്ച് കൊടുക്കുക. നമുക്ക് ഫെവിക്കോളോ സ്റ്റിക്ക് ഫാസ്റ്റോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ, നിങ്ങളുടെ കയ്യിലുള്ള ഗ്ലൂ വെച്ച് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഫെവി ബോണ്ട് ചെയ്തതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ബോർഡൊന്ന് നമുക്കിനി മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്തൊരു പരിപാടിയും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പറാണ് എടുത്തത്. ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഒരല്പം ഗ്ലൂവും വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ചെറുതായി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ തിരിച്ച് ഒരു സ്ട്രിപ്പ് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ന്യൂസ് പേപ്പർ യൂസ് ചെയ്യാം, എന്താണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ കുറച്ചുകൂടി ഈസി ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം ഇതുപോലെ ഉണ്ടാക്കി വെച്ചു. പിന്നെ നമ്മൾ ഇതാണ് എടുക്കുന്നത്, ഇത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഓറഞ്ച് നമ്മൾ റൗണ്ട് കട്ട് ചെയ്തിട്ട് നമ്മളിതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഓക്കെ,
എന്നിട്ട് അതിൻ്റെ തൊലിയാണിത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒരു അല്ലിയിരിക്കുന്ന ഭാഗം ഉണ്ടാവുമല്ലോ, അതിങ്ങനെ നമ്മളിങ്ങനെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ റൗണ്ട് കട്ട് ചെയ്ത് പിഴിഞ്ഞെടുത്താൽ മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു കുറച്ച് തിക്കുള്ള നമ്മുടെ പൊളിക്കാൻ പറ്റാത്ത ഓറഞ്ച് ഉണ്ടല്ലോ, അതാണ് നമുക്കിതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ അല്ലികളൊക്കെ ഒന്ന് നമ്മളിതുപോലെയൊക്കെ ഒന്ന് വലിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ ഭംഗിയായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാനൊരു ലെമൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഒരു ബോട്ടിലായിട്ട് നമ്മൾ ലെമൺ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായാലും ലെമൺ ആയാലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണക്കിയെടുത്തിട്ടുള്ളതാണിത് കണ്ടോ. ഇതൊക്കെ ലെമണാണ്. എന്നിട്ട് അതിന് പെയിൻറ്റ് കൊടുത്തു, കുറച്ച് ഗ്ലിറ്ററും കൂടെ കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് സവോളയുടെ ബാക്കൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ആ ബോർഡറിൽ നമ്മുടെ ആ ടിഷ്യൂവിൻ്റെ ഭാഗങ്ങൾ അല്ലാതെ നമ്മൾ സ്റ്റെമ്മ് പോലെ വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്ലവേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ആദ്യമേ ഒന്ന് വെച്ച് നോക്കുക, എവിടേക്കാണ് വെക്കേണ്ടതെന്ന് വെച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ വെച്ച് അറേഞ്ച് ചെയ്തതിന് ശേഷം വേണം വെക്കാനായിട്ട് കേട്ടോ. ഇപ്പം ഞാൻ വെച്ചത് നമ്മുടെ സവോളയുടെ ബാക്ക് സൈഡാണ്. അത് കട്ട് ചെയ്ത് മാറ്റുന്ന ആ പീസ് ഉണക്കിയിട്ട് പെയിൻറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെമണിൻ്റെ കവറോ സവോളയുടെ ഇതുകളോ ഒക്കെ നമുക്ക് ഒട്ടിക്കാം. സവോള ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ബോട്ടിലാട്ടിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഇടാം കേട്ടോ. അപ്പോൾ അത് വെച്ച് കണ്ടാൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാതും ഒട്ടിക്കുന്നതിന് മുന്നേ സെറ്റ് ചെയ്യണം എങ്ങനെയൊക്കെയാണ് വെക്കേണ്ടതെന്ന്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് വെച്ച് നോക്കി. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. സ്റ്റെമ്മുകൾ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ സ്റ്റെമ്മിൽ ഗ്ലൂ ഇടാൻ വേണമെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നേരെ താഴെ ഗ്ലൂ ഇട്ടിട്ടായാലും മതി. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിടുക. അതിനുശേഷം നമുക്ക് ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വേസ്റ്റായിട്ട് വെക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്കിതുപോലെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് ഇരിക്കും. അപ്പോൾ ഈ ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പെയിൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് വാർണിഷ് ചെയ്ത് വെക്കണം. അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇങ്ങനത്തെ വേസ്റ്റ് ഐറ്റംസ് നമ്മളെപ്പോഴും വാർണിഷ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ, കുറച്ചധികം നാൾ ഇരിക്കാനായിട്ട്. അപ്പോൾ ഈ ഓറഞ്ച് ലെമണൊക്കെ നമ്മൾ ഭയങ്കര ഹാർഡായിരിക്കും അതിൻ്റെ തൊലി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫെവിക്കോളിൽ ഒട്ടാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി ഹാർഡ് ഗ്ലൂ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ഞാനതിൽ ഹാർഡ് ഗ്ലൂ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിൽവറും ആ ചെറിയ പിങ്ക്, യെല്ലോ, ഇതെല്ലാം അത് നമ്മുടെ സവോളയുടെ ബാക്കും ഫ്രണ്ടും മുകളും, അത് ബാക്കും ഫ്രണ്ടും പറഞ്ഞാൽ മുകളിൽ നിന്ന് അടിയിൽ നിന്ന് ചെത്തിക്കളയില്ലേ നമ്മൾ, അങ്ങനെ എടുക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, ഓൾറെഡി വീഡിയോ ചെയ്തതായതുകൊണ്ടാണ്. ലിങ്ക് ഞാൻ താഴെ ഇടാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫുൾ ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ താഴെ ഒരു പീസ് വെച്ച് കൊടുത്തു കേട്ടോ. അതും ലെമൺ അല്ല, ഉള്ളിയുടെ താഴെ വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് വെച്ച് ഇങ്ങനെ കൊടുത്തതാണ്. അതിനൊരു ഫ്ലവറിൻ്റെ ലുക്കില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തത്. ഒരു ഫ്ലവർ പോട്ട് പോലെ തോന്നാൻ വേണ്ടിയിട്ട് അതിങ്ങനെ വെച്ച് കൊടുത്തു കേട്ടോ. അതിൻ്റെ കളറൊന്ന് മാറ്റി കൊടുക്കണം, ബ്രൗൺ എന്തെങ്കിലും കൊടുക്കാം കേട്ടോ. പിന്നെ ഈ സ്റ്റെമ്മിന് നമ്മൾ ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് പെയിൻറ്റ് ഇല്ലെങ്കിൽ ഗ്രീൻ കളറ് വൂളൻ ത്രെഡ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഗ്രീൻ കളർ പേപ്പർ യൂസ് ചെയ്യാം, അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. വേണമെങ്കിൽ ആദ്യം തന്നെ പെയിൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം, അത് ഇങ്ങനെയാണെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ആ മുകളിൽ കാണുന്ന ഭാഗത്തിന് മാത്രം കളർ കൊടുത്താൽ മതി, അത്രയും പെയിൻറ്റേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പരിപാടി. നമ്മുടെ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വോൾ ആർട്ട് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഫ്ലവറൊക്കെ ഒന്ന് വാർണിഷ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വേസ്റ്റ് ചെയ്യുന്ന ലെമണും അതുപോലെ തന്നെ ഓറഞ്ചും ഉള്ളിയും എല്ലാം വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ ആർട്ട് ചെയ്തെടുക്കാം. എല്ലാം വേസ്റ്റ് പ്രോഡക്റ്റ് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ.